ഇവിടെ ഇന്നലെ മിഞ്ഞാന്നൊക്കെ നല്ല മഴയായിരുന്നു പറഞ്ഞു. പക്ഷേ എൻ്റെ വീട്ടിൻ്റെ അവിടേക്ക് അങ്ങനെ മഴയും കാര്യങ്ങളൊന്നും പെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ നീറ്റപ്പോൾ മുതൽ നല്ലൊരു മഞ്ഞ് മൂടിയ ഒരു തണുപ്പ് പിടിച്ച കാലാവസ്ഥയായിരുന്നു. ഈ ചൂട് ടൈമിൽ ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ നല്ല രസമാണ്. അവിടുത്തെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ച്, പക്ഷേ മടി പിടിച്ച കാരണം നമുക്കതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്താ പറയുക, ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു എത്തുംപിടുത്തം കിട്ടാത്തൊരവസ്ഥയാണ്. കുറച്ച് ദിവസം നമ്മളെ വീട്ടിലൊക്കെ പോയി നിന്നിട്ട് വരുമ്പോൾ അടുക്കളയിലൊക്കെ കയറുമ്പോൾ എന്തൊക്കെയോ ഒരു അപാകത അങ്ങനെ ഫീൽ ചെയ്താൽ എന്നുള്ള പരിപാടിയാണ് ഇത്. രണ്ടുപേരും വണ്ടി കയറി ഇരുന്നിട്ട് കുറച്ചപ്പുറം പോയി ഇറങ്ങുക. ഇന്നിങ്ങനെ ചെറുതായിട്ട് മഴച്ചാറിലുള്ളതുകൊണ്ട് തന്നെ ഏട്ടൻ പറഞ്ഞു കുറച്ച് അങ്ങോട്ട് പോയിട്ട് അവരെ ഇറക്കാൻ പറഞ്ഞതാണ്. പക്ഷേ ഇവരുണ്ട് ഇറങ്ങാണ്ട് ഞാൻ പിടിച്ച് വലിച്ചൊരു വിധത്തിലെത്തി. ഇതിനൊക്കെ നല്ല ക്ഷാമമായതുകൊണ്ട് തന്നെ ഞാൻ എന്ത് വിചാരിച്ച് ദോശ ചുട്ട അടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് വെറുതെ പോയതാണ്. കത്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. പക്ഷേ ഈ ബഹളങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്ക് വെള്ളം നല്ല വെട്ടി തിളയ്ക്കുന്നു. പിന്നെന്താ, ഈ അടുപ്പത്തിൻ്റെ ബാക്കി കറിക്കുള്ള പരിപാടി അങ്ങോട്ട് നോക്കിയാൽ കറി അങ്ങോട്ട് ആയല്ലോ. അല്ല, നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു വെള്ളരി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് വെള്ളരി കറിയും വെക്കാം, മത്തി വറക്കുകയും ചെയ്യാം. നല്ല കോമ്പിനേഷൻ ആണല്ലോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ പച്ചക്കറി കറി വെച്ചിട്ട് മീൻ വറക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വിചാരിച്ചത്. വെള്ളരി മുറിച്ചോടനെ തന്നെ വെള്ളരിയുടെ ഉള്ളിലൊരു കറുപ്പ് കളർ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇച്ചിരി വെള്ളരി കേടാണ്, അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും കറി വയ്ക്കാം. അപ്പോൾ അതല്ല സംഭവം, തുമ്പിമോളെ വിച്ചുട്ടിനോ ആരോ ഇതുവഴി പോണ വഴിക്ക് അടുപ്പിൽ തട്ടിയിട്ടിട്ട് അതിൻ്റെ വെണ്ണീറായതായിരുന്നു. അത് അതുപോലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ മുറിച്ചപ്പോൾ വെണ്ണീർ നമ്മുടെ വെള്ളരിമലായിട്ടാണ് ആ കളറുള്ളത് കേട്ടോ, അല്ലാണ്ട് കേട് വന്നതൊന്നുമല്ല. മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും, ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു താങ്ങാൻ ആളുള്ളവർക്ക് തളർച്ച കൂടുന്നു. അത് ശരിയാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് താങ്ങാൻ ആളുമില്ല, തളർച്ചയില്ല. ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന ടൈമിൽ വൈകുന്നേരം ടൈമിൽ അല്ലെങ്കിൽ രാത്രിയാണ് വരാറുള്ളത്. കാരണം ആ വൈകുന്നേരം രാത്രി ആകുമ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ട് പിറ്റേ ദിവസം രാവിലെ അങ്ങോട്ട് ഉറങ്ങി നിൽക്കുമ്പോൾ സാധാ ദിവസത്തെ പോലെ അങ്ങോട്ട് പണിയെടുത്ത് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഈ രാവിലെ തന്നെ വരുമ്പോൾ എന്തൊക്കെയോ ഒരു തപ്പിപ്പഴം എനിക്ക് ഫീൽ ആവും. അതുകൊണ്ട് ഞാൻ രാവിലെ അങ്ങനെ വരാൻ ശ്രമിക്കാറില്ല. കൂടുതലും ഞാൻ രാത്രിയോ വൈകുന്നേരമാണ് വരാറ്. കുഞ്ഞു ടിപ്പും കൂടെ പറഞ്ഞുതരാം. നമ്മുടെ തേങ്ങാവെള്ളം കൊണ്ട് മുഖം കഴിക്കാനും മുഖത്ത് കുരുക്കളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും വരില്ല. പിന്നെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണല്ലോ. അപ്പോൾ ജസ്റ്റ് തേങ്ങ പൊട്ടിക്കുമ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് മുഖം കഴുകിയൊക്കെ കുരുക്കളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഫ്രഷ് ആയിട്ട് മുഖം ഇരിക്കുമെങ്കിൽ അത് നല്ലതല്ലേ. തേങ്ങ ഇങ്ങനെ പൊട്ടിച്ചിട്ട് നമ്മൾ ചിരകുമ്പോൾ ഫസ്റ്റത്തെ ഇങ്ങനെ കുറച്ചുകൂടെ അമർത്തി ഇങ്ങനെ ചിരകുമ്പോൾ ഒരു മധുരമുള്ള ടൈപ്പ് ഒരു തേങ്ങ വരില്ല. അത് തിന്നാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ആരെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ട്? ഞാനിതിങ്ങനെ തേങ്ങ ചിരകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ്. പിന്നെ നമ്മളെ കറിക്കുള്ളതൊക്കെ വറവിട്ടിട്ട് നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മത്തിയും കൂടെ കായം തേച്ച് വെച്ചതും കൂടെ അങ്ങോട്ട് പൊരിക്കാൻ അങ്ങോട്ട് വെച്ചാൽ ഓൾമോസ്റ്റ് നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ അങ്ങോട്ട് ഒതുങ്ങിയിട്ടുണ്ട്. ഒതുങ്ങിയപ്പോഴാണ് ഞാൻ മാങ്ങ എണ്ണ നോക്കി ഇങ്ങനെ ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ മാങ്ങേനെ വെറുതെ വിടാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ മാങ്ങ ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തേച്ചിട്ട് ഒരു കഷ്ണം ഇങ്ങനെ എടുത്ത് കഴിച്ചിട്ടാണ്. എനിക്കിങ്ങനെ ചോറിൻ്റെ കൂടെ ഇങ്ങനത്തെ മാങ്ങ ഐറ്റംസ് പച്ചമാങ്ങ വരെ കടിച്ച് തിന്നണം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മീൻ വറുത്തതും മാങ്ങയും വെള്ളരിക്കറിയും എല്ലാം കൂട്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ആദ്യം പിള്ളേർ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.